നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ SDPI CPM സംഘർഷം, പരിക്കേറ്റ പ്രവർത്തകർ ആശുപത്രിയിൽ. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി, BMS പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും. പോലീസിന്റെ അനാസ്ഥ, കുറ്റപത്രം സമർപ്പിച്ചില്ല, പരിയാരം ASIയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതിക്ക് ജാമ്യം. മാധ്യമ വാർത്ത തുണിയായി, പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓവുചാലിന് മുകളിൽ അധികൃതർ കോൺക്രീറ്റ് ചെയ്തു. കെട്ടിട നിർമ്മാണത്തിൽ ചട്ടലംഘനം, ടൗൺ പ്ലാനിംഗ് LSTD വിജിലൻസ് വിഭാഗം തൃക്കരിപ്പൂരിൽ പരിശോധനയ്ക്കെത്തി. പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളൂർ ആലിൻകീഴ് സ്വാമിമുക്ക് റോഡ്. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂരിൽ SDPI CPM സംഘർഷം, ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 2 CPM പ്രവർത്തകർക്കും ഒരു SDP പ്രവർത്തകനും പരിക്കേറ്റു. പയ്യന്നൂരിൽ SDPI CPM പ്രവർത്തകർ ഏറ്റുമുട്ടി. പയ്യന്നൂർ കേളോത്തുണ്ടായ ഏറ്റുമുട്ടലിൽ SDPI പ്രവർത്തകൻ ഹാരിസിനും CPM പ്രവർത്തകരായ ധനീഷ്, അൻസീർ എന്നിവർക്കും കുത്തേറ്റു. CPM പുഞ്ചക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയായ ധനീഷിനെയും സുഹൃത്ത് അൻസീറിനെയും ബൈക്കിലെത്തിയ ഹാരിസ് കേളോത്ത് വെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഇതുവഴി കടന്നുപോവുകയായിരുന്ന ഹാരിസിന്റെ ബൈക്ക് തടഞ്ഞു നിർത്തി CPM പ്രവർത്തകർ ആക്രമിക്കുകയാണ് ഉണ്ടായതെന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം. വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ വയറ്റിന് കുത്തേറ്റ SDPI പ്രവർത്തകൻ വടക്കമ്പാട്ടെ KKP ഹാരിസിനെ ആദ്യം പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പയ്യന്നൂരിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. കൈക്ക് കുത്തേറ്റ CPM പ്രവർത്തകൻ അൻസീറിനെയും CPM പുഞ്ചക്കാട് ബ്രാഞ്ച് സെക്രട്ടറി ധനീഷിനെയും പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 ദിവസം മുൻപും അൻസീറിന് നേരെ ആക്രമണം നടന്നിരുന്നു. സംഭവത്തിന് പിന്നിൽ വ്യക്തിവിദ്വേഷമാണെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ഈ അഭിപ്രായം പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. രാമന്തളി വടക്കുംപാട് CPM പ്രവർത്തകന് വെട്ടേറ്റു. വെട്ടേറ്റ ബ്രാഞ്ച് സെക്രട്ടറി K വിജയനെ പരിക്കുകളോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി, BMS പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി CV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി ദിനവും തൊഴിലാളി ദിനം BMS പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു. വൈകുന്നേരം പെരുമ്പ KSRTC പരിസരത്തു നിന്നും ആരംഭിച്ച ബഹുജന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. നഗരം ചുറ്റിയ പ്രകടനം ഗാന്ധി പാർക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം BMS ജില്ലാ സെക്രട്ടറി CV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതത്തിന്റെ തനിമയും സംസ്കാരവും പാരമ്പര്യവും ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ നമുക്ക് പടിഞ്ഞാറേക്ക് നോക്കേണ്ട ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. മേഖലാ പ്രസിഡന്റ് V മണിരാജ് അധ്യക്ഷനായി. ജില്ലാ സഹകാര്യവാഹക് സോഹൻലാൽ ശർമ്മ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. EA നാരായണൻ, P ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പോലീസിന്റെ അനാസ്ഥ, കുറ്റപത്രം സമർപ്പിച്ചില്ല, പരിയാരം ASIയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതിക്ക് ജാമ്യം. മണൽക്കടത്ത് തടയാനെത്തിയ പരിയാരം പോലീസ് സ്റ്റേഷനിലെ ASI KM രാജനെ മണൽ മാഫിയ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി കോറൻ പീടികയിലെ അബ്ദുൽ ലത്തീഫിന് പയ്യന്നൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കോടതിയിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ജാമ്യം അനുവദിക്കുകയുമായിരുന്നു. കെട്ടിട നിർമ്മാണത്തിൽ ചട്ടലംഘനം നടത്തിയതായി പരാതി. ടൗൺ പ്ലാനിംഗ് LSTD വിജിലൻസ് വിഭാഗം തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ പരിശോധനയ്ക്കെത്തി. അതേസമയം ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള പരാതിക്കാരന്റെ ബ്ലാക്ക്മെയിൽ തന്ത്രം ഫലിക്കാത്തതാണ് പരാതിക്ക് ആധാരമെന്ന നിലപാടുമായി കെട്ടിട ഉടമ. ചട്ടം ലംഘിച്ച് ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെന്ന പരാതിയിൽ
തിരുവനന്തപുരം ടൗൺ പ്ലാനിംഗ് ഓഫീസിലെ LSGD വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 3 കേന്ദ്രങ്ങളിലാണ് പരിശോധനയ്ക്കെത്തിയത്. വൾവക്കാട് ജംഗ്ഷനിലുള്ള 3 നില കെട്ടിടം, തൃക്കരിപ്പൂർ ടൗണിലെ ബഹുനില കെട്ടിടം, ITയിലെ സ്വകാര്യ വിദ്യാലയത്തിന്റെ കെട്ടിടം എന്നിവിടങ്ങളിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. തിരുവനന്തപുരം ടൗൺ പ്ലാനിംഗ് അസിസ്റ്റന്റ് ഓഫീസർമാരായ VA ഗോപി, M നിതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച വൈകിട്ട് തൃക്കരിപ്പൂരിൽ പരിശോധനയ്ക്കെത്തിയത്. നേരത്തെ നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികളും അതിന്മേൽ കൂടുതലായി ലഭിച്ച പരാതികളും അനുബന്ധ നിർമ്മാണങ്ങളും സ്ഥലങ്ങളും അളന്നു നോക്കിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കുമെന്നറിയിച്ചു. എന്നാൽ നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടിയ പരാതിക്കാരന്റെ ലക്ഷ്യം കെട്ടിട ഉടമകളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കലാണെന്നും ഇക്കാര്യം ഒളിക്യാമറയിലൂടെ പകർത്തി ജനങ്ങളിലെ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നും കെട്ടിട ഉടമയിലൊരാളായ TP ഷാഹുദലി പറയുന്നു. ഞാൻ ഈ ബിൽഡിംഗ് പഞ്ചായത്തിൻ്റെ പ്ലാൻ പ്രകാരം തന്നെയാണ് ചെയ്തത്. രവീന്ദ്രൻ മാഷെ കള്ളത്തരം ഒളിക്യാമറയിൽ ഞാൻ പകർത്തി ജനങ്ങളെ മുമ്പിൽ എത്തിച്ചതിൻ്റെ വൈരാഗ്യം തീർക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇയാൾ പല ആളെടുക്കുന്നു, ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ നോക്കിയിട്ടുമുണ്ട്, തട്ടിയെടുത്തിട്ടുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാധ്യമവാർത്ത തുണയായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ അപകടാവസ്ഥയിലായ ഓവുചാലിന് മുകളിൽ KSTP അധികൃതർ കോൺക്രീറ്റ് ചെയ്തു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് കവാടത്തിൽ ഓവുചാലിന് മുകളിൽ സ്ഥാപിച്ച സ്ലാബും റോഡും തമ്മിലുള്ള ഉയരത്തിലുള്ള വ്യത്യാസം അപകടത്തിന് കാരണമാകുന്നു. നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. ഇത് പഴയങ്ങാടിയിലെ വ്യാപാരികൾക്കും ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുകയാണുണ്ടായത്. 2 ദിവസത്തിനുള്ളിൽ റോഡിനും ഓവുചാലിനും ഇടയിലുള്ള പ്രദേശം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ആണ്ടയിലെ EV പാറുവിന്റെ വീടിന്റെ മേൽക്കൂരയും ചുമരും തകർന്നു. പ്രായമായ പാറുവും കുടുംബവും അപായഭീതിയിൽ. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയാണ് വലിയ ശബ്ദത്തോടെ മേൽക്കൂര പൊട്ടിയമർന്നത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വീടിന്റെ ഒരു ഭാഗം നിലംപതിക്കുന്ന തരത്തിൽ ഇളകിയ നിലയിൽ കണ്ടത്. പാറുവും മകളുടെ മകൻ സുനിലും അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് വീട് റിപ്പയർ ചെയ്യാനോ പുതുക്കി പണിയാനോ യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്നും പാറു പറയുന്നു. അപകട വിവരം അറിയിച്ചതിനെ തുടർന്ന് തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുറ്റൂർ അഞ്ചനപ്പുഴയിൽ 210 kV ലൈൻ പൊട്ടിവീണു. അധികൃതരുടെ സംയോജിത ഇടപെടൽ മൂലം ഒഴിവായത് വൻ ദുരന്തം. പ്രദേശത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ഇത് 3ാം തവണയാണ് ലൈൻ പൊട്ടിവീഴുന്നത്. കഴിഞ്ഞ തവണ ലൈൻ പൊട്ടിവീണ് പ്രദേശത്തെ ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർന്നിരുന്നതായും നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ച രാവിലെ സംഭവം നടക്കുമ്പോഴും സ്കൂൾ കുട്ടികളടക്കമുള്ള നിരവധി യാത്രക്കാർ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അത്രേ. പൊട്ടിയ കമ്പി സമീപത്തു കൂടി പോകുന്ന മറ്റൊരു തൂണിൽ തങ്ങി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ടവറുകൾ തമ്മിലുള്ള ദൂരമാണ് അപകടത്തിന് വഴിയൊരുക്കുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇത് 2 പ്രാവശ്യമായി പൊട്ടിയിട്ട് ജനങ്ങൾക്ക് തന്നെ നാശനഷ്ടം പോലും കൊടുക്കാതെ കൊണ്ട് അവർ പിന്തിരിഞ്ഞോടുന്ന ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും 3ാം വട്ടം പൊട്ടി. ഇനി പേടല നാശനഷ്ടമൊന്നും മേലെയൊന്നും ഞങ്ങൾ കയറി നോക്കിയിട്ട് അപ്പുറപ്പുറം ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ ഇതൊരു ഭീഷണിയാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് വളരെ കാര്യമായി എടുത്തിട്ട് ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം. ഇത് 2-3 പ്രാവശ്യമായി ഇങ്ങനെ പൊട്ടി വീഴുന്നത്. ഇതിലെ കൂടെ സ്കൂൾ കുട്ടികളും മറ്റും പോകുന്നതാണ്. ചെറിയ പിള്ളേർ ഇതിൻ്റെ താഴ്നില കളിക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഭീഷണിയായിട്ടില്ലേ, നാടിന് തന്നെ ഒരു ഭീഷണിയായിട്ടില്ലേ. നമ്മളെ വചനവടത്തിൻ്റെ മേലേക്കാണ് ഇത് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ണാറിലൊരിക്കൽ പൊട്ടിയതാണ്. അതുകൊണ്ട് ഇതെന്തായാലും അധികാരികൾ ഇടപെട്ടിട്ട് വേണ്ടുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് രാവിലെ കാലത്ത് 9:30 ഇത് പൊട്ടി വീണ സമയത്ത് കുട്ടികൾ ഇതിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇതേ ഈ സ്വാമിമഠത്തിൻ്റെ മുകളിൽ വീണത് കൊണ്ട് ഭാഗ്യത്തിന് ആർക്കും ഒന്നും ഒരു അപകടം പറ്റിയിട്ടില്ല. ഈ 2 ടവറിനടക്ക് ഒരു ടവർ ഇവിടെ വരേണ്ടതാണ്. അത് KSEBയുടെ അനുവാദത്തോടെയാണോ അല്ല കരാറുകാരൻ്റെ ഇതിലോ അറിയില്ല. ആ ടവർ ഇപ്പോൾ ഇന്ന് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇത് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ പൊട്ടാനുള്ള കാരണം. ആ ടവർ വന്നതിന് ശേഷം മാത്രം ഇനി ഈ ലൈൻ പൊന്തിച്ച് കെട്ടിയാൽ മതി എന്നാണ് നമ്മളെ നാട്ടുകാർക്ക് ഇപ്പോൾ ഇവിടുന്ന് പറയാനുള്ളത്. 2 ടവറുകൾക്കുമിടയിൽ ഒരു ടവർ കൂടി സ്ഥാപിച്ച് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാഞ്ഞിരങ്ങാട് നിന്ന് മയിലാട്ടിയിലേക്ക് പോകുന്ന ലൈനാണ് പൊട്ടിവീണത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെള്ളൂർ ആലൻകീഴ് സ്വാമിമുക്ക് റോഡിന്റെ സ്ഥിതി അത്യന്തം ദയനീയം. പൊട്ടിപ്പൊളിയാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ഈ റോഡിൽ ഇനി ബാക്കിയില്ല. വെള്ളൂർ ആലൻകീഴ് സ്വാമിമുക്ക് റോഡിന്റെ അവസ്ഥ തികച്ചും പരിതാപകരമാണ്. വെള്ളക്കെട്ടും കുഴിയും ഈ റോഡിൽ കൂടിയുള്ള ഗതാഗതം അസാധ്യമാക്കി തീർക്കുന്നു. ചീമേനി, പുത്തൂര്, കൊടക്കാട്, ചെറുപുഴ, പെരുമ്പട്ട തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ എളുപ്പത്തിൽ പയ്യന്നൂരിൽ നിന്ന് എത്തിച്ചേരാവുന്ന റോഡാണിത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിന്റെ ഇന്നത്തെ സ്ഥിതി കണ്ടാൽ ആരും മൂക്കിൽ വിരൽ വെച്ചു പോകും. 1978 ടാർ ചെയ്തതിനു ശേഷം ഇന്നേ വരെ പൊതുമരാമത്ത് വകുപ്പ് ഈ റോഡിന്റെ കാര്യം ചിന്തിച്ചിട്ടേയില്ല. സ്കൂൾ വാഹനങ്ങൾ കൊച്ചുകുട്ടികളെയും കയറ്റി ഈ കുഴികളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ സാധാരണമാണ്.
കാൽനടയാത്ര പോലും ഈ റോഡിൽ കൂടി അത്യന്തം ദുഷ്കരമാണ്. നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ സ്ഥിതി അധികാരികൾ കണ്ടില്ലെന്നു നടിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റോഡ് ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ വൻ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. 50 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം പയ്യന്നൂർ MLA C. കൃഷ്ണൻ നിർവഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ EP കരുണാകരൻ, K. ഗോകുലകൃഷ്ണൻ, V. മണിലാൽ, MV ശിവദാസ്, KM ഷാജി, KK ജോയി, KP സുനിത, സതീശൻ കാർത്തികപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ABVP പ്രവർത്തകനായ സച്ചിന്റെ കൊലപാതകികളെ രക്ഷിക്കാൻ രഞ്ജിത്ത് പണം വാങ്ങിയെന്ന് സുധീഷ് മിന്നി. ചെറുകുന്നിൽ DYFI സംഘടിപ്പിച്ച മാനവിക സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. +1 പഠിക്കുന്ന ഒരു കുട്ടിയെ ഈ അടുത്താണ് ആ കുട്ടിയെ കൊന്നത്. ആരെ കൊന്നത്? LDF-കാരാണ് കൊന്നത്. വല്ല തെളിവുണ്ട? ഈ കേസ് എവിടെ പോയത്? രഞ്ജിത്ത് പൈസ വാങ്ങിച്ചു. മംഗലാപുരത്ത് 3 സ്റ്റാർ ഹോട്ടലാ രഞ്ജിത്തിന് കൊടുത്തത്. സച്ചിന്റെ പ്രതികളെല്ലാം ഇന്ന് ഗൾഫിലാണ്. ഞാൻ പറയുന്നല്ലോ, നിങ്ങൾക്ക് അന്വേഷിക്കാറ് അതിന്റെ അടുത്തല്ലേ സച്ചിൻ 3 സ്റ്റാർ ഹോട്ടലാ വാങ്ങിച്ചത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സച്ചിൻ എന്ന +1 വിദ്യാർത്ഥിയുടെ കൊലപാതകികളെ രക്ഷിക്കാൻ രഞ്ജിത്ത് പണവും മംഗലാപുരത്ത് 3 സ്റ്റാർ ഹോട്ടലും കൈപ്പറ്റി. RSS നേതാവ് അശ്വിനി ഉൾപ്പെടെയുള്ളവരുടെ ഘാതകരിൽ നിന്നും RSSകാർ തന്നെ പണം കൈപ്പറ്റി കേസ് ഒത്തുതീർക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഗണേശോത്സവവും ശ്രീകൃഷ്ണ ജയന്തിയുമെല്ലാം രാക്ഷസന്മാരുടെ ഉത്സവമാക്കി മാറ്റുകയാണ് RSSും BJPയും ചെയ്യുന്നതെന്നും സുധീഷ് മിന്നി അഭിപ്രായപ്പെട്ടു. K. മോഹനൻ, VV നാരായണൻ എന്നിവർ സംബന്ധിച്ചു. നേന്ത്രവാഴ കൃഷിയിൽ വിജയഗാഥയുമായി പഴയങ്ങാടി ഏഴോത്തെ തച്ചേടത്ത് രവീന്ദ്രൻ. തളിപ്പറമ്പ് നടുവിൽ കച്ചവടം നടത്തുന്ന രവീന്ദ്രൻ ഒഴിവു സമയങ്ങളിലാണ് വാഴകൃഷി നടത്തി വിജയം കൊയ്തത്. ഏഴോത്തെ തച്ചേടത്ത് രവീന്ദ്രന് കൃഷി എന്നത് ജീവിതചര്യയാണ്. അതിരാവിലെ തന്നെ കൃഷിയിടത്തിലെത്തും. തൻ്റെ സഹോദരൻ്റെ 33 സെന്റ് സ്ഥലത്താണ് നേന്ത്രവാഴ കൃഷി ഇറക്കിയത്. 10 മാസത്തെ അധ്വാനത്തിൻ്റെ ഫലപ്രാപ്തി കുലച്ചു നിൽക്കുന്ന വാഴക്കുലകൾ രവീന്ദ്രന്റെ അധ്വാനത്തിന്റെ കായ്ഫലം കൂടിയാണ്. സർക്കാരിന്റെ യാതൊരു ആനുകൂല്യങ്ങളും ഈ കർഷകനെ തേടി ഇന്നേ വരെ എത്തിയിട്ടില്ല. ഏഴോത്തെ കൃഷിഭവനിലെ ചില ഉദ്യോഗസ്ഥർ അത്യാവശ്യം നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. 33 സെന്റ് സ്ഥലത്ത് 125 നേന്ത്രവാഴയാണ് ഇക്കുറി കൃഷിയിറക്കിയത്. വേപ്പിൻ പിണ്ണാക്ക്, ചാണകം എന്നിവയാണ് പ്രധാനമായും വളമായി ഉപയോഗിച്ചു വരുന്നത്. 12 മുതൽ 15 വരെ കിലോ തൂക്കമുള്ള കുലകളാണ് ലഭിച്ചത്. ചേന, മഞ്ഞൾ എന്നിവയും കൃഷി ചെയ്തു വരുന്നു. ഭാര്യ രജനി, മക്കൾ നീതു, നിത്യ എന്നിവരും കൃഷിയിൽ സഹായിക്കാറുണ്ട്. ആത്മാർത്ഥമായി കൃഷി ചെയ്താൽ ഈ രംഗത്ത് നല്ല വിജയം വരിക്കാമെന്ന് രവീന്ദ്രൻ പറയുന്നു. ഞാൻ നല്ല രീതിയിൽ സാധാരണ ജൈവ കൃഷി രീതിയിൽ തന്നെ ഉൽപ്പാദനം നടത്തുന്നത്. ഞാൻ എൻ്റെ ഭാര്യയും കൂടി ഞാനത് ചെയ്യുന്നത്. സഹായിക്കാൻ പറ്റുന്നവരുണ്ടാവും. പിന്നെ വാഴ, ചേന, മഞ്ഞൾ, കപ്പ ഇതെല്ലാം ഇപ്പം കൃഷി ചെയ്യുന്നത്. രവീന്ദ്രനെ പോലുള്ള കർഷകർക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കുന്നില്ലെന്നത് ഏറെ ഖേദകരമാണ്. എങ്കിലും നമുക്ക് അഭിമാനിക്കാം കൃഷിരംഗത്ത് രവീന്ദ്രൻ തീർക്കുന്ന വിജയഗാഥയിൽ. ക്യാമറമാൻ സതീഷ് വെങ്ങരയ്ക്കൊപ്പം നികേഷ് താവും, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അപകട ഭീഷണി ഉയർത്തുന്ന തൃക്കരിപ്പൂരിലെ കണ്ണങ്കൈ കോവപ്പുഴ പാലം പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് LDF-INL 15ാം വാർഡ് കമ്മിറ്റി മാർച്ചും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. നടുവൊടിഞ്ഞ് വളരെ കാലങ്ങളായി അപകടാവസ്ഥയിലായ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും നിർമ്മാണം അനിശ്ചിതത്വത്തിലായതിൽ പ്രതിഷേധിച്ചാണ് ഇടതുമുന്നണിയും INL പ്രവർത്തകരും പാലം പരിസരത്ത് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CPM നോർത്ത് തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി M. രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാലം പണിയാനാവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തേണ്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമുഖത കാണിച്ചതിന്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. INL നേതാവ് VNP അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. PR റഹ്മാൻ, KV അമ്പു, MP കരുണാകരൻ, N. ഭാർഗവൻ, VNP ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. പാലം നിർമ്മാണം ഇനിയും വൈകിയാൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ഇടതുമുന്നണി മുന്നറിയിപ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാടായി ഉപജില്ലാ വാർത്താ വായന മത്സരം മാടായി BRCയിൽ നടന്നു. AOP നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിന് ശമ്പളം 4-5 തെറ്റ് വരുത്തിയാൽ ആ മാസം ശമ്പളം വാങ്ങാനുണ്ടാവും. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വാർത്താ വായന എന്ന് പറയുന്നത്.
സാമൂഹ്യശാസ്ത്ര ക്ലബ് മാടായി ഉപജില്ലാ വാർത്താ വായന മത്സരം മാടായി BRCയിൽ നടന്നു. മാടായി AO P നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ സാമൂഹ്യബോധം വളർത്തുന്നതിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. മാടായി സബ് ജില്ലയിൽ നിന്നും 20ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമത്ത് സുഹല 1ാം സ്ഥാനവും ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ K അനുശ്രീ 2ാം സ്ഥാനവും നേടി. 1ഉം 2ഉം സ്ഥാനം നേടിയവർക്ക് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാം. KV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MT നാസർ, സതീശൻ വെങ്ങര തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുട്ടികളുടെ സർഗാവിഷ്കാരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടി കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച ബാലസഭയുടെ ഉദ്ഘാടനം TN മധുമാസ്റ്റർ നിർവഹിച്ചു. മാതൃസംഗമവും നടന്നു. PTA പ്രസിഡന്റ് K രമേശൻ അധ്യക്ഷനായിരുന്നു. ആ സമയത്ത് ഒരേപോലെ നോക്കാല 65 ആൾ അത്ര അല്ലേ 79 ഞാൻ ഇങ്ങനെ ചെറുങ്ങനെ എണ്ണി എൻ്റെ ഇടയ്ക്ക് 2 ആൾ മുങ്ങി അതുകൊണ്ടാണ്. അപ്പോൾ 79 ഒച്ച പാടില്ല. പറമ്പിലും പാതയോരങ്ങളിലും സമൃദ്ധമായി കണ്ടിരുന്ന കറിയിലകളുടെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനും പോഷക സമൃദ്ധമായ നാടൻ ഇലക്കറികൾ പരിചയപ്പെടുത്തുന്നതിനും സെപ്റ്റംബർ 23-ന് സ്കൂളിൽ നടക്കുന്ന ഇലക്കറി മേളയോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ഇലക്കറി ചെടികൾ പരിചയപ്പെടുത്തുന്ന ഫോട്ടോ പ്രദർശനവും സ്കൂളിൽ നടന്നു. നമ്മുടെ കാൽച്ചുവട്ടിൽപ്പെട്ടാലും തിരിച്ചറിയാതെ പോകുന്ന 100ഓളം ഭക്ഷ്യയോഗ്യമായി ഇലകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊഴുമൽ ഗ്രാമത്തിൽ ലഭ്യമാകുന്ന കറിക്കുപയോഗിക്കുന്ന ഇലകളുള്ള ചെടികളുടെ ജൈവവൈവിധ്യ കേന്ദ്രവും ഇലക്കറിമേളയോടൊപ്പം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ N സുബ്രഹ്മണ്യൻ, അധ്യാപകരായ P ചന്ദ്രൻ, രാധാമണി, PKP രാകേഷ്, V ശാരദ എന്നിവർ നേതൃത്വം നൽകി. അംഗൻവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സമഗ്ര പദ്ധതിയുമായി ഏഴും ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിലും പഠനോപകരണവും കളിപ്പൂവും വിതരണം ചെയ്യാൻ ചെയ്തു. ഏറ്റവും ചെറിയ കുട്ടികളാണ് എന്താണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിനും പ്രൈമറി വിദ്യാഭ്യാസത്തിനും തയ്യാറെടുപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമ്മളെടുത്ത് ധാരാളം കുട്ടികൾ വരുന്നു. അംഗൻവാടി കുട്ടികൾക്ക് കളി ഉപകരണത്തിനായിട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ 2 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് വെച്ചിട്ടുള്ളത്. സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെയും പ്ലേ സ്കൂളുകളുടെയും അതിപ്രസരം അംഗൻവാടികളുടെയും പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് അംഗൻവാടികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. ഏകദേശം 2 ലക്ഷം രൂപ ചെലവിൽ ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളിലും പഠനോപകരണങ്ങളും കളിക്കോപ്പുകളും വിതരണം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ പറഞ്ഞു. തങ്കിയത്ത് വിവാഹ വീട്ടിൽ നിന്നും 7 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി പരാതി. പ്രവാസി TV അബ്ദുൾ റഹ്മാന്റെ വീട്ടിൽ നിന്നുമാണ് സ്വർണ്ണാഭരണങ്ങൾ കളവുപോയത്. മകളുടെ വിവാഹ ദിവസം 7 ലക്ഷം രൂപ വിലമതിക്കുന്ന 27 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസിൽ ഗൃഹനാഥന്റെ പരാതി. തങ്കയത്തെ പ്രവാസി TV അബ്ദുൾ റഹ്മാന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കടുത്തുള്ള അബ്ദുറഹ്മാന്റെ വീട്ടിൽ നിന്നും കഴിഞ്ഞ മാസം 30-നാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. രാവിലെ 10-നും വൈകുന്നേരം 5-നുമിടയിലാണ് മുകളിലെ നിലയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ട സംഭവം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി സ്വന്തം നിലയിൽ അന്വേഷിച്ച ശേഷമാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ 2ാമത് നീതി മെഡിക്കൽ സ്റ്റോർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ 2ാമത് നീതി മെഡിക്കൽ സ്റ്റോർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പരിസരത്ത് കൊക്കാനിശ്ശേരിയിൽ ബാങ്ക് പ്രസിഡന്റ് EP കരുണാകരന്റെ അധ്യക്ഷതയിൽ C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പരമാവധി ജനങ്ങൾക്ക് ഇളവ് നൽകിക്കൊണ്ട്, ഇളവ് നൽകുന്നത് ബാങ്ക് പ്രത്യേകമായിട്ടെന്തെങ്കിലും മരുന്നുണ്ടാക്കുന്നില്ലല്ലോ. അതായത് മരുന്ന് കമ്പനിക്കാരനും നേരിട്ട് മരുന്ന് വാങ്ങിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ബാങ്ക് സെക്രട്ടറി KC രാജൻ സ്വാഗതം ആശംസിച്ചു. ജോയിന്റ് രജിസ്ട്രാർ K സുരേന്ദ്രൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. CCTVയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് TI മധുസൂദനൻ നിർവഹിച്ചു. ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ സംബന്ധിച്ചു. P ശ്യാമള, മണിയറ ചന്ദ്രൻ, KK കൃഷ്ണൻ, പോത്തേര കൃഷ്ണൻ, ഷെറിൻ VC, AP ഗംഗാധരൻ, ലേഖ V, PV അബൂബക്കർ, PV കുഞ്ഞപ്പൻ, P മുകുന്ദൻ, T ഗോപാലൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി തെക്കിനടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി തെക്കിനടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചു. ദേശീയാരോഗ്യ മിഷൻ രാമതളി ഗ്രാമപഞ്ചായത്തും രാമതളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം രാമതളി പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ നിർവഹിച്ചു.
രാമന്തളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് പയ്യന്നൂർ മിഡ് ടൗൺ സംഭാവന ചെയ്ത കമ്പ്യൂട്ടർ റോട്ടറി ഇന്റർനാഷണൽ അസിസ്റ്റന്റ് ഗവർണർ ഉപേന്ദ്ര ഷെണായി PHC മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. കുഞ്ഞിരാമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്യാമള P, TK പ്രീത, MM കുഞ്ഞപ്പൻ മാസ്റ്റർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് KPV രാഘവൻ, VP അബ്ദുൽ ഗഫൂർ, KC മുസ്തഫ, M. ചന്ദ്രൻ, M. നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KT രഞ്ജിത്ത് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ PV ബാലൻ നന്ദിയും പറഞ്ഞു. പുസ്തക നഗരിയിൽ സ്വയം മറന്ന വിദ്യാർത്ഥികൾ. മാത്തിൽ മദർ സ്കൂളിലെ 50ഓളം വിദ്യാർത്ഥികളാണ് ഡിസംബർ ബുക്സ് പുസ്തകോത്സവം കാണാൻ പുസ്തക നഗരിയിലെത്തിയത്. മാത്തിൽ മദർ സ്കൂളിലെ 50ഓളം കുട്ടികളാണ് ഡിസംബർ ബുക്സ് പുസ്തകോത്സവ നഗരി സന്ദർശിച്ചത്. കഥകളും കവിതകളും നോവലുകളും ആത്മകഥകളും ജീവചരിത്രവും ശാസ്ത്രഗ്രന്ഥങ്ങളും പുരാണവും ഉൾപ്പെടെ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഒന്നിച്ചു നിരന്നിരിക്കുന്നത് പല കുട്ടികളിലും കൗതുകവും ആവേശവും നിറച്ചു. അധ്യാപകനായ മണികണ്ഠനോടൊപ്പം പുസ്തകോത്സവം കാണാനെത്തിയ വിദ്യാർത്ഥികളോട് എഴുത്തുകാരനും ചിത്രകാരനും അധ്യാപകനുമായ KV വിജയൻ നടത്തിയ സംസാരം വായനയുടെ പ്രാധാന്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അല്ലേ, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും വളരെ കുറച്ച് പുസ്തകങ്ങളെ വായിച്ചിട്ടുള്ളൂ. ഇനി വായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ പല ആൾക്കാരെഴുതിയ പല ഭാഷകളിലുള്ള ധാരാളം പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ട്. വൈശാഖ സുഗുണൻ കവിത ചൊല്ലി. പുസ്തകോത്സവത്തിൻ്റെ നിറവും മണവും ആവോളം നുകർന്ന കുട്ടികൾ തുടർന്ന് ദേശീയ ചരിത്രത്തിൽ ആവേശമായ ഉളിയത്തുകടവിലേക്ക് യാത്ര തിരിച്ചു. വികസന വിദ്യാകേന്ദ്രം കാസർഗോഡ് ജില്ലാതല UP ഹൈസ്കൂൾ പൊതുവിഭാഗം ക്വിസ് മത്സരം സെപ്റ്റംബർ 27 ഒളവറ വികസന വിദ്യാകേന്ദ്രത്തിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 9400850615 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാറ്റൊലി. മാധ്യമ വാർത്തകളിൽ കൃത്യതയും നിഷ്പക്ഷതയും കുറഞ്ഞു വരികയാണെന്ന് കാസർഗോഡ് നടക്കുന്ന സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ തന്നെ വിലയിരുത്തൽ. പ്രതികരണങ്ങളിലേക്ക്. പത്രധർമ്മം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന രീതിയിൽ സത്യസന്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ഒരു സമീപനത്തിൽ നിന്നും മാറി ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും മറച്ചു പിടിച്ച് ജനങ്ങളെ മറ്റ് രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്നതിനുള്ള രീതിയിലേക്കാണ് പത്രധർമ്മം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതാണിപ്പോൾ പത്രധർമ്മത്തെക്കുറിച്ച് പറയാനുള്ളത്. വെച്ചാൽ മുതലാളിമാർക്ക് വേണ്ടി പത്ര മാനേജ്മെൻറ്റിന് വേണ്ടി പത്രധർമ്മം നടത്തുക, പൊതുജനങ്ങൾക്ക് പത്രധർമ്മം എന്നത് അവരിൽ നിന്നും അകറ്റി നിർത്തുക എന്ന സമീപനം സ്വീകരിക്കുന്നു. മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ പലതും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് പത്രപ്രവർത്തക യൂണിയൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവർ അവതരിപ്പിച്ച പ്രബന്ധം തന്നെ തെളിവായിട്ട് വരികയാണ്. അതേമാതിരി തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുമ്പോൾ പല പ്രദേശത്തും അത് പത്രസമൂഹത്തിനാകെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചില പത്രമാധ്യമങ്ങളുടെയെങ്കിലും പ്രവൃത്തിയായി മാറുന്ന ഒരവസ്ഥയുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത്. സത്യസന്ധമായ വാർത്തകൾ ഭീമമായ പരസ്യ മുതലാളിമാർ പറയുടെ തന്നെ കറി മസാലകളിൽ മായം കണ്ടെത്തിയപ്പോൾ അത് പോലും ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ഇവിടെയുള്ള പല പത്രമാധ്യമങ്ങളും തയ്യാറായിട്ടില്ല. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദോഷകരമായ ഒരു ഇതിലേക്കാണ് പല പത്രമാധ്യമങ്ങളും പോകുന്നത്. വളരെ വേദനാജനകമാണ്. ഇനി അറിയിപ്പുകൾ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരിവള്ളൂർ ഫാർമേഴ്സ് ക്ലബ്ബ് കരിവള്ളൂർ വില്ലേജിൽ ജൈവ പച്ചക്കറി കൃഷി ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു. സെപ്റ്റംബർ 17 മുതൽ വില്ലേജിൽ വിവിധ പ്രദേശങ്ങളിൽ പച്ചക്കറി കൃഷിക്കാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9496297617. എരമം സൗത്ത് നവധാര ഗ്രന്ഥാലയത്തിൽ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മവും ഉണർവ് വയോജന പകൽ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനവും ഗ്രന്ഥശാല സംഘം 70ാം വാർഷികാഘോഷവും അനുമോദനവും സെപ്റ്റംബർ 19 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് എരമം സൗത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ SDPI CPM സംഘർഷം. പരിക്കേറ്റ പ്രവർത്തകർ ആശുപത്രിയിൽ. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി. BMS പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും. പോലീസിന്റെ അനാസ്ഥ. കുറ്റപത്രം സമർപ്പിച്ചില്ല. പരിയാരം ASIയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതിക്ക് ജാമ്യം. മാധ്യമ വാർത്ത തുണിയായി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓവുചാലിന് മുകളിൽ അധികൃതർ കോൺക്രീറ്റ് ചെയ്തു.
കെട്ടിട നിർമ്മാണത്തിൽ ചട്ടലംഘനം. ടൗൺ പ്ലാനിംഗ് LSTD വിജിലൻസ് വിഭാഗം തൃക്കരിപ്പൂരിൽ പരിശോധനയ്ക്കെത്തി. പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളൂർ ആലിൻകീഴ് സ്വാമിമുക്ക് റോഡ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.